ഡോക്ടർ, എന്റെ മോൻ എന്താ ഡോക്ടർ ഒന്നും പറയാത്തത്? സോറി മിസ്റ്റർ മൂർത്തി, നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല. എന്താ പറഞ്ഞത്? എന്താ പറയുന്നത്? എന്റെ മോനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലേ? ഇനിയിപ്പോ അവനെ കെട്ടിപ്പൊതിഞ്ഞ് നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് ഞാൻ അവന്റെ ചടങ്ങുകൾ ചെയ്യണമല്ലേ? കേട്ടൂടാ അവര് പറഞ്ഞത്? എന്റെ മോൻ പോയി, എന്റെ മോൻ അവളെ കൊന്നു. ഇനി ഒരെണ്ണത്തിനെ പോലും ബാക്കി വച്ചേക്കരുത്. പോലീസ് സ്റ്റേഷനിലുള്ള അവളും പുറത്തിരിക്കുന്ന അവളുടെ വീട്ടുകാരും ഒരേ സമയത്ത് കൊല്ലപ്പെടണം. വെട്ടിയരിഞ്ഞ് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടെ എന്റെ മോന്റെ ശവശരീരത്തിൽ ഞാൻ തൊടൂ. മനസ്സിലായോടോ നിനക്കൊക്കെ? മിസ്റ്റർ മൂർത്തി, വേണ്ട ഡോക്ടറെ, നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു. ഇനി ചെയ്യാനുള്ളത് മൂർത്തിക്ക. ഒന്നിന് പകരം എത്ര എണ്ണം തീരുമെന്ന് അത് മാത്രം കണക്കെടുത്താൽ മതി. നിങ്ങൾ വിഷമിക്കണ്ട. ഒരാൾക്ക് തുടർച്ചയായിട്ട് ജയിക്കാൻ പറ്റില്ലല്ലോ. ജയവും തോൽവിയും ഒക്കെ ചിലപ്പോൾ മാറി മാറി വരും. പക്ഷെ അവസാന ജയം ആർക്കാണെന്നാണ് പ്രധാനം. ഇവിടെ ഇപ്പോ അവസാന ജയം എനിക്കാ നിശ്ചയിക്കപ്പെട്ടത്. എന്ത് ചെയ്യാനാ? അയ്യോ മനുഷ്യ, നിങ്ങളൊന്ന് ഫ്രീ ആവ്. ആ വേലക്കാരി വന്ന് കയറുന്നതിന് മുമ്പും നമ്മുടെ കുടുംബത്തിന് ഒരു ജീവിതം ഉണ്ടായിരുന്നു. ആ ജീവിതം ഇപ്പോഴും ബാക്കിയുണ്ട്. വീട്ടുവളപ്പില് അതിക്രമിച്ച് കയറുന്ന മൃഗങ്ങളെ നമ്മൾ എന്തു ചെയ്യും? അതിനെ തല്ലി പുറത്താക്കാറുണ്ട്. അതുപോലെ ഒന്നിട്ട് അങ്ങോട്ട് കൂട്ടിയാൽ മതി. ആ പറയ്. പത്മേടത്തിയുടെ വരവ് ഗംഭീരമായല്ലോ. അവളുടെ കാര്യം തീരുമാനമായി. മൂർത്തി സാറിന്റെ മോൻ ഹോസ്പിറ്റലിൽ കിടന്നു മരിച്ചു. ഇനിയിപ്പോ പോലീസുകാർ FIR ഇടും. കൊലപാതകത്തിന്റെ FIR. SI സാറിന് വകുപ്പുകൾക്ക് ഒരു ക്ഷാമവും ഉണ്ടാവില്ല. അയാൾക്ക് വളരെ വേണ്ടപ്പെട്ടവളാണല്ലോ ഇവള്. തൽക്കാലം പത്മേടത്തി തിരിച്ചൊന്നും പറയണ്ട. പത്മേടത്തി സന്തോഷത്തോടെ മടങ്ങിക്കോ. നന്ദിനിയുടെ കുടുംബത്തെ ഇല്ലാതാക്കാനുള്ള കോൺട്രാക്ട് മൂർത്തി സാറ് എന്നെ തന്നെ ഏൽപ്പിക്കുക. എല്ലാം ഒന്ന് തീർത്ത് കൈ കഴുകിയിട്ട് ഞാൻ പിന്നെ വിളിച്ചോളാം. താങ്ക് യു കാർത്തിക, താങ്ക് യു. ഒരു സന്തോഷ വാർത്തയാ. എനിക്ക് കേൾക്കണമെന്നില്ല. തൽക്കാലം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇത് എനിക്കുള്ള സന്തോഷ വാർത്തയാ. താമസിയാതെ വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളുടെ ചെവിയിൽ എത്തിച്ചോളൂ.